ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ജ്യൂസാണേ. അത് റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻറ്റിനും ഒക്കെ ഇത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പഞ്ചസാര പോലും ചേർക്കാതെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. റാഗി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് റാഗി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച റാഗിയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി നമ്മൾ കലക്കി വെക്കുന്നതെന്ന് വെച്ചാൽ അല്ലാതെ ചേർക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് എടുത്ത് വെള്ളം വീത്തി കലക്കി റെഡിയാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ, പെട്ടെന്ന് കുറുവി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ റാഗി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊന്ന് കുറുവി വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് കുറുവി കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂട്ടി പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുവും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ റാഗി ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഈത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 4 ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ് കേട്ടോ. അതൊരു 6 കാഷ്യൂനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ല, ബദാമേ ഉള്ളെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ഒരു ഹാഫ് ബീട്രൂട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയും പിന്നെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണല്ലോ ബീട്രൂട്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. നല്ല കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കുമ്പോൾ നല്ല തണുത്ത പാല് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് വരാം, നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ റാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പഴം ചേർത്തിട്ടില്ല, പഴം ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനിതിൽ പഴം ചേർക്കാത്തത് ബീട്രൂട്ടും ഈത്തപ്പഴവും ഒക്കെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതിൽ പഴം ചേർത്തിട്ടില്ല. അതായത് ഷുഗറുകാർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ലെവലിലാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പാല് ചേർക്കുമ്പോൾ നല്ല കട്ടി പാൽ തന്നെ ചേർക്കണം കേട്ടോ. നല്ല തണുത്ത പാൽ തന്നെ ചേർക്കണേ, എങ്കിലേ ഇത് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തണുപ്പോടുകൂടി കുടിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫാമിലി ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടിപൊളിയൊരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.